ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കറുത്ത വർഗക്കാരുടെ അവകാശങ്ങൾക്കും മനുഷ്യ സമത്വത്തിനും വേണ്ടി ജീവൻ മുഴുവൻ സമർപ്പിച്ച മഹാനായ നേതാവാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ. ഒരിക്കൽ അദ്ദേഹം ഒരു സമ്മേളനത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സമത്വത്തെയും സ്നേഹത്തെയും ക്ഷമയെയും കുറിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. പ്രസംഗം കേൾക്കുന്ന ജനക്കൂട്ടത്തിൽ പലരും കണ്ണു നിറച്ചിരിക്കുമ്പോൾ ഒരാളുടെ മനസ്സിൽ മാത്രം കോപം പൊങ്ങി വന്നു. അപ്രതീക്ഷിതമായ ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് അയാൾ കോപത്തോടെ തന്റെ ഷൂ എടുത്ത് വേദിയിലേക്ക് എറിഞ്ഞു. അത് നേരെ മാർട്ടിൻ ലൂതറിന്റെ ദേഹത്തേക്ക് വന്നു തട്ടി. സദസ്സ് പെട്ടെന്ന് നിശബ്ദമായി. എന്നാൽ അയാളോട് ദേഷ്യപ്പെടുന്നതിന് പകരം മാർട്ടിൻ ലൂതർ പുഞ്ചിരിച്ചുകൊണ്ട് താഴേക്ക് കുനിഞ്ഞ് ഷൂ എടുത്ത് കയ്യിൽ പിടിച്ചു പറഞ്ഞു, എനിക്കൊരു ഷൂ വാങ്ങാനുള്ള കഴിവില്ലെന്നറിയുന്ന ഉദാര മനസ്സുള്ള ഒരാൾ ഒരു ഷൂ എനിക്ക് സമ്മാനിച്ചു. പക്ഷേ ഇതൊരെണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് മനസ്സുണ്ടെങ്കിൽ ദയവായി മറ്റേ ഷൂസും എറിഞ്ഞു തരാൻ ഞാൻ അപേക്ഷിക്കുന്നു. സംഘർഷഭരിതമായിരുന്ന സദസ്സ് മുഴുവൻ പൊട്ടിച്ചിരിച്ചു. പിന്നെ മുഴുവൻ ആളുകളും കയ്യടികളോടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അപ്പോൾ പിൻവശത്ത് ഒരു കാലിൽ മാത്രം ഷൂ ധരിച്ച ഒരാൾ മുഖം ലജ്ജിച്ച് തല കുനിച്ച് പതുക്കെ പുറത്തേക്ക് നടന്നുപോയി. ജീവിതത്തിൽ പലപ്പോഴും ഇതുപോലെ നാം അപമാനിക്കപ്പെട്ടേക്കാം. കല്ലുകളും ചെരുപ്പുകളും നമ്മുടെ നേരെ എറിയപ്പെട്ടേക്കാം. എല്ലാത്തിനും പകരം ചോദിക്കാനും എറിയപ്പെട്ട കല്ലുകൾ തിരികെ എറിയാനുമൊക്കെ നിന്നാൽ ഒരിക്കലും ലക്ഷ്യത്തിലെത്തിച്ചേരില്ല. അപമാനിക്കുന്നവരോടും പരിഹസിക്കുന്നവരോടുമൊക്കെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നിന്നാൽ അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പിൻ എന്ന് 1 പത്രോസ് 3:9 പറയുന്നു. തിന്മയെ ജയിക്കേണ്ടത് തിന്മ കൊണ്ടല്ല, മറിച്ച് നന്മ കൊണ്ടാണെന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹായും ഓർമ്മപ്പെടുത്തുന്നു. ശപിക്കുന്നവരെ തിരിച്ച് ശപിക്കാനും പരിഹസിക്കുന്നവരെ തിരിച്ച് പരിഹസിക്കാനും ഒക്കെ എളുപ്പമാണ്. പക്ഷേ തിരിച്ചവരെ സ്നേഹിക്കാനും അനുഗ്രഹിക്കാനും ദൈവിക കൃപയിൽ നിറയുന്നവർക്ക് സാധിക്കും. ജീവിതത്തിൽ ഇത്രയേറെ മൂല്യമുള്ള സ്വഭാവം കണ്ടെത്തണമെങ്കിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. അപ്പോൾ ആ ദൈവിക സ്വഭാവം നമുക്കും പകർന്നു കിട്ടും. കല്ലിന് പകരം കല്ല്, പല്ലിന് പകരം പല്ല് എന്ന പഴയ വൈരാഗ്യ ചിന്താഗതിയെ മാറ്റുവാൻ ഒറ്റുകൊടുത്തവനെ സ്നേഹിത എന്ന് വിളിച്ച് ചുംബിച്ച, ക്രൂശിച്ചവന് വേണ്ടി പ്രാർത്ഥിച്ച ക്രിസ്തുവിനെ പിന്തുടരുന്നവരാണ് നാം എന്നത് മറന്നു പോകരുത്. എറിയപ്പെട്ട കല്ലുകൾക്കും ചെരുപ്പുകൾക്കും പകരം സ്നേഹത്തിന്റെ പനിനീർപ്പൂക്കൾ പകരുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, എന്നാത്മമിത്രങ്ങൾ പോലും എന്നുള്ളം നോവിച്ചു നാഥ, ചെയ്യാത്ത കുറ്റങ്ങളാലേ സ്നേഹിച്ചവരെന്നെ മുറിച്ചു, പകയില്ലാതെല്ലാം പൊറുക്കാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. നീറും മനസ്സിലെ മുറിപ്പാടുകൾ എല്ലാം മായ്ച്ചിടുവാൻ നാഥ കനിയണമേ. ക്ഷമിച്ചിടുവാൻ എന്നിൽ കരുത്തേകണേ, എല്ലാം മറക്കാൻ വരമേകണേ.